വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സഭാപ്രസംഗകൻ 3-ാം അധ്യായം ജീവിതത്തിലെ കാലക്രമവും ദൈവത്തിന്റെ നിയമവും വ്യക്തമാക്കുന്നു. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. മനുഷ്യജീവിതം ദൈവം നിശ്ചയിച്ച സമയക്രമത്തിൽ നടക്കുന്നു. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം. സഭാപ്രസംഗകൻ 3-ാം അധ്യായം 2-ാം തിരുവചനം. 4-ാം അധ്യായം മനുഷ്യജീവിതത്തിലെ അനീതിയും ഏകാന്തതയും ചർച്ച ചെയ്യുന്നു. ലോകത്തിൽ പലരും അനീതിയാൽ പീഡിതരാകുന്നു. എന്നാൽ അവർക്ക് ആശ്വാസം നൽകാൻ ആരുമില്ല. കൂടാതെ മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ ദുർബലതയും കൂട്ടായ്മയുടെ ശക്തിയും വ്യക്തമാക്കുന്നു. ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുക്കാൻ സാധിച്ചേക്കാം. 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. സഭാപ്രസംഗകൻ 4-ാം അധ്യായം 2-ാം തിരുവചനം. 5-ാം അധ്യായം ദൈവാരാധനയിലെ ഭക്തിയും മനുഷ്യരുടെ വാക്കുകളുടെ ഉത്തരവാദിത്വവും ചർച്ച ചെയ്യുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ മനുഷ്യൻ വിനയത്തോടെ, ജാഗ്രതയോടെ, സത്യസന്ധമായി പെരുമാറണം. വിവേകശൂന്യമായി സംസാരിക്കരുത്. ദൈവസന്നിധിയിൽ പ്രതിജ്ഞയെടുക്കാൻ തിടുക്കം കൂട്ടരുത്. ദൈവം സ്വർഗത്തിലാണ്, നീ ഭൂമിയിലും. അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ. സഭാപ്രസംഗകൻ 5-ാം അധ്യായം 2-ാം തിരുവചനം. 6-ാം അധ്യായം സമ്പത്തും ജീവിതവും സംബന്ധിച്ചുള്ള മനുഷ്യന്റെ നിരാശയെക്കുറിച്ചാണ്. ദൈവം മനുഷ്യന് ധനം, ബഹുമാനം, സമ്പത്ത് എന്നിവ നൽകിയാലും അവയിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത പക്ഷം അത് വ്യർത്ഥമാകുന്നു. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു. എങ്കിലും അവിടുന്ന് അവനവ അനുഭവിക്കാനുള്ള കഴിവ് നൽകുന്നില്ല. അന്യനവ അനുഭവിക്കുന്നു. ഇത് മിഥ്യയും തീവ്രവേദനയുമാണ്. സഭാപ്രസംഗകൻ 6-ാം അധ്യായം 2-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.